ഇല്ലേ? ഞാൻ ഓൺലൈനിൽ കണ്ടൊരു വാർത്തയുണ്ടായിരുന്നു. അതിന്റെ നല്ലൊരു മലയാളം വാർത്തയൊക്കെ നല്ല മലയാളം വാക്കൊക്കെ ഉപയോഗിച്ചുള്ളൊരു വാർത്ത വായിക്കാലോ എന്നോർത്താണ് വന്ന് പത്രം നോക്കിയത്. നോക്കിയപ്പോൾ അങ്ങനൊരു വാർത്ത തന്നെ ഈ പത്രത്തിൽ ഇല്ല. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മുടെ ശശി തരൂർ എഴുതിയ ഒരു ലേഖനം ഇന്നലെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്നിരുന്നു. കാണിച്ചു തരാം. ചേഞ്ചിങ് കേരള ലംബറിംഗ് ജംബോ ടു എ ലിത്ത് ടൈഗർ. ആരും പേടിക്കേണ്ട, എനിക്കും ആദ്യമൊന്നും മനസ്സിലായില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഉൾപ്പെടെയുള്ള വ്യവസായ കാര്യങ്ങളിൽ കേരളം ഒന്നാമതെത്തിയതും അതുപോലെയുള്ള കുറേ നേട്ടങ്ങളും കണ്ട് കേരളത്തിന് ശശി തരൂർ പ്രകീർത്തിച്ച് പറയുന്നതാണ് വിഷയം. കേരളത്തിലെ സ്റ്റാർട്ടപ്പ് മൂല്യം ആഗോള ആവറേജിനെക്കാട്ടിലും 5 ഇരട്ടിയാണ്. ആഗോള വളർച്ച 46% കേരളത്തിൻ്റെത് 254%. 2 മിനിറ്റ് കൊണ്ട് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനുള്ള സംവിധാനമാണ് കേരളത്തിലുള്ളതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞത് കേരളത്തിൻ്റെ തന്നെ വലിയൊരു നേട്ടമാണ് എന്നാണ് തരൂർ ആ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളുടെ അവസ്ഥയും അതിൻ്റെ ഗുണനിലവാരവും ഒക്കെ നമുക്ക് മനസ്സിലാവും. അത് മാത്രമല്ല, ഇത്രയുമൊക്കെ ഡെവലപ്മെന്റ് നടക്കുന്ന കേരളത്തിലെ ഒരു നേറ്റീവ് ആണെന്നതിൽ തന്നെ അദ്ദേഹം അഭിമാനിക്കുന്നുണ്ടെന്നും ആ ലേഖനം വായിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഇത് ഈ നാട്ടിൽ മനസ്സിലാവാത്ത ഒരേ ഒരു ടീം കോൺഗ്രസ് ആണ്. BJP ആണോ CPM ആണോ ശത്രു എന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി CPM എന്ന് പറയുന്ന ടീമാണ് ഈ നാട്ടിലെ കോൺഗ്രസ്. അവർ സ്റ്റാർട്ടപ്പ് കാണില്ല, മലയോര ഹൈവേ കാണില്ല, നമ്മുടെ ടൂറിസം പരിപാടി ഒന്നും കാണില്ല, സ്കൂളുകൾ കാണില്ല. അവർക്കാകെ കണ്ണി പിടിക്കുന്നത് ചാണ്ടി സാർ പണ്ട് അവിടെ എവിടെ ആയിട്ടിട്ട കല്ലുകളും മറ്റേ പഞ്ചവടി പാലാരിവട്ടം പാലവുമാണ്. എൻ്റെ പൊന്നു കോൺഗ്രസ് ചേട്ടന്മാരെ, കാലം ഒരുപാട് മുമ്പോട്ട് വന്നു. ഇപ്പം സർക്കാർ സ്കൂളിലൊക്കെ സ്മാർട്ട് ക്ലാസ് ഉണ്ട്. സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ 2 മിനിറ്റ് മതി. വീടില്ലാത്തവർക്ക് വീട് വരെ കിട്ടും. ആ കാലത്താണ് നമ്മളിപ്പം നിൽക്കുന്നത്. അത് മനസ്സിലാക്കാൻ ലോകം കുറേ കണ്ടുവന്ന നിങ്ങളുടെ തന്നെ നേതാവിന് പറ്റണുണ്ട്. അത് കണ്ടെങ്കിലും മനസ്സിലാക്കണ്ടേ ഇവിടെ എന്തൊക്കെയാണ് നടക്കണുണ്ടെന്ന്. കണ്ണൊക്കെ തുറക്കങ്ങോട്ട്. മനോരമയും മാതൃഭൂമിയും മാത്രം നോക്കിയിരിക്കാതെ ഫേസ്ബുക്കിലെങ്കിലും കയറി നോക്ക്. നമ്മളെ നാടിനെക്കുറിച്ച് നമ്മളെങ്കിലും അറിയണ്ടേ.